ലോകത്തിൽ നടന്നതിൽ വെച്ച് ഏറ്റവും വിചിത്രമായ ഒരു എക്സാമിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2009 പുറത്തിറങ്ങിയ ഒരു ബ്രിട്ടീഷ് സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ് എക്സാം. ഈ സിനിമയെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഉള്ളടക്കത്തിലൂടെ കേൾക്കാൻ പോകുന്നത്. കഥ ആരംഭിക്കുന്നത് തന്നെ ഒരു എക്സാം ഹോൾ കാണിച്ചുകൊണ്ടാണ്. ഏതൊരു ജോലിക്ക് പ്രവേശിക്കണമെങ്കിലും അതിനോടനുബന്ധിച്ചുള്ള പരീക്ഷ പാസ്സാകേണ്ടത് അനിവാര്യമാണല്ലോ, അല്ലേ? അതുപോലെ ഒരു കോർപ്പറേറ്റ് ജോലിക്ക് വേണ്ടിയുള്ള പരീക്ഷയാണ് ഇന്ന് ഈ എക്സാം ഹാളിൽ നടക്കാൻ പോകുന്നത്. ഈ സിനിമയിൽ ഏകദേശം 10 കഥാപാത്രങ്ങൾ മാത്രമാണുള്ളത്. അവരെ ഓരോരുത്തരെയും നമുക്ക് വിശദമായി പിന്നീട് പരിചയപ്പെടാം. പരീക്ഷ എഴുതാനായി 8 പേർ എക്സാം ഹാളിലേക്ക് കടന്നു വരുന്നു. ഓരോരുത്തരും അവർക്ക് നൽകിയിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ പരീക്ഷ എഴുതാനായി ഇരിക്കുന്നു. ഇവരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി എക്സാം ഹാളിലേക്ക് കയ്യിലൊരു ഗണ്ണുമായി ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനും കടന്നു വരുന്നു. ഓരോ ആളുകളും വെവ്വേറെ ഇരിപ്പിടങ്ങളിലാണ് പരീക്ഷ എഴുതാനായി ഇരിക്കുന്നത്. ഓരോരുത്തരുടെയും മുമ്പിലായി ഒരു പെൻസിലും അവരുടെ നമ്പർ എഴുതിയിട്ടുള്ള പേപ്പറും വെച്ചിരിക്കുന്നു. എക്സാമിനെ പറ്റി ആലോചിച്ച് എല്ലാവരും വളരെയധികം ടെൻഷനായിരിക്കുന്നത് അവരുടെ മുഖത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്പസമയത്തിനുള്ളിൽ പരീക്ഷ നടത്തുവാനായി ആ കമ്പനിയിലെ ഒരു ഉയർന്ന മേധാവി അവിടേക്ക് കടന്നു വരുന്നു. എല്ലാവരും താൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കണമെന്നും താൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇനി ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യില്ല എന്നും മേധാവി പറയുന്നു. നിങ്ങൾ ഇവിടം വരെ എത്താനായി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അത് ഈ ജോലിക്ക് വളരെ അനിവാര്യമാണെന്നും മേധാവി പറയുന്നു. ഒരുപാട് ആളുകൾ ഈ എക്സാം എഴുതാനായി കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങളൊഴികെ വേറെ ആർക്കും ഈ എക്സാം എഴുതാനായി സാധിച്ചിട്ടില്ല. ഇതായിരിക്കും അവസാനത്തെ എക്സാം. ഈ എക്സാമിൻ്റെ അവസാനം ആരായിരിക്കും വിജയിക്കുന്നത് അവർക്കിവിടെ ജോലി ലഭിക്കുമെന്നും മേധാവി കൂട്ടിച്ചേർക്കുന്നു. അതിനുശേഷം പരീക്ഷയെപ്പറ്റി മേധാവി വിശദീകരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഒരു ചോദ്യമുണ്ട്, അതിന് തനിക്ക് ഒരു ഉത്തരം വേണമെന്നും മേധാവി പറയുന്നു. മാത്രമല്ല, ഈ പരീക്ഷ പാസ്സാകണമെങ്കിൽ 3 റൂൾസ് ഉണ്ട്. അത് നിങ്ങൾ കർശനമായും പാലിച്ചിരിക്കണം. ഈ റൂൾസ് പാലിക്കാൻ സാധിച്ചില്ലെങ്കിൽ അപ്പോൾ തന്നെ എക്സാം ഹാളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കുമെന്നും മേധാവി പറയുന്നു. ഒന്നാമത്തെ റൂൾ എന്തെന്ന് വെച്ചാൽ പരീക്ഷ അവസാനിക്കുന്നത് വരെ തന്നോടോ സെക്യൂരിറ്റിയോടോ സംസാരിക്കാൻ പാടില്ല എന്നായിരുന്നു. രണ്ടാമത്തെ റൂൾ, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേപ്പർ അറിഞ്ഞോ അറിയാതെയോ ചീത്തയാക്കരുത്. മൂന്നാമത്തെ റൂൾ, എന്തൊക്കെ സംഭവിച്ചാലും എക്സാം കഴിയുന്നത് വരെ ഈ മുറി വിട്ട് പുറത്തു പോകരുത്. ഇതായിരുന്നു ഈ എക്സാമിൻ്റെ റൂൾസ്. ആരെങ്കിലും ഈ റൂൾസ് തെറ്റിക്കുകയാണെങ്കിൽ അവരെ ഉടൻ തന്നെ എക്സാം ഹാളിൽ നിന്ന് പുറത്താക്കുമെന്നും മേധാവി പറയുന്നു. എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നും മേധാവി ചോദിക്കുന്നു. ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന രീതിയിൽ എല്ലാവരും എക്സാം എഴുതാനായി തയ്യാറാകുന്നു. ഓക്കെ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നിങ്ങൾക്കാകെ എക്സാം എഴുതാനായി 80 മിനിറ്റാണുള്ളത്. ഈ 80 മിനിറ്റ് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കണം. ഈ 80 മിനിറ്റാണ് അടുത്ത 80 വർഷത്തേക്കുള്ള നിങ്ങളുടെ ജീവിതത്തെ തീരുമാനിക്കുന്നത് എന്നും പറഞ്ഞ് ആ മേധാവി അവിടെയുള്ള ടൈമർ സ്റ്റാർട്ടാക്കിയിട്ട് എക്സാം ഹാൾ വിട്ട് പുറത്തേക്ക് പോകുന്നു. മേധാവി പോയതിനു ശേഷം എല്ലാവരും അവർക്ക് തന്നിട്ടുള്ള പേപ്പറുകൾ തുറന്നു നോക്കുന്നു. ഇവിടെയാണ് ഈ എക്സാമിൻ്റെ മറ്റൊരു പ്രത്യേകത. എന്തെന്ന് വെച്ചാൽ അവർക്ക് നൽകിയിരിക്കുന്ന പേപ്പറിൽ ചോദ്യമുണ്ടായിരുന്നില്ല. എല്ലാവരും ഇത് കണ്ട് ഷോക്കാകുന്നു. ആർക്കും ഈ എക്സാമിനെ പറ്റി ഒന്നും മനസ്സിലാകുന്നില്ല. എല്ലാവരും എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് എക്സാം ഹാളിൽ ഇരിക്കുന്നു.